ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് മത്തങ്ങ വെച്ചൊരു സ്നാക്സാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് വളരെ എളുപ്പം ചെയ്യാൻ പറ്റിയൊരു സ്നാക്സാണിത്. കടലപ്പരിപ്പ് വേവിച്ചതാണ്. ഒരു 50 ഗ്രാം കടലപ്പരിപ്പ് ഉണ്ടാകും. ഉപ്പിടാതെയാണ് വേവിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം, പിന്നെ പച്ചമുളകും അരിഞ്ഞെടുക്കണം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യണം. ഇത് 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതാണ്, അത് ഉപ്പിട്ടിട്ടില്ല. ഇനി നമുക്കൊരു ചീനിച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം ജീരകവും പെരുംജീരകവും രണ്ടും കൂടിയാണ് ചേർക്കുന്നത്. ജീരകവും പെരുംജീരകവും കൂടി ചേർക്കണം. ജീരകമൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സവാളയും പച്ചമുളകും കൊത്തിയരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഇച്ചിരി വഴഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഇഞ്ചി, നമ്മുടെ വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ മത്തങ്ങയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ ഉപ്പൊന്നും ചേർക്കാതെയാണ് എല്ലാം വേവിച്ചെടുത്തത്. ഇപ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വേഗം വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കടലപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് ഇനി നമുക്ക് അവസാനമായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പം നമ്മുടെ വേവിച്ച ഉരുളക്കിഴങ്ങ്, കടലപ്പരിപ്പ്, ഗ്രേറ്റ് ചെയ്ത മത്തങ്ങ ഇതെല്ലാം ചേർത്തിട്ടുള്ളൊരു കൂട്ടാണ്. ഇനി ഞാൻ അവസാനമായിട്ട് ഒന്നുകൂടെ ചേർക്കുന്നുണ്ട്. ഒരേ ഒരു ബ്രെഡ് പിച്ചി കീറിയെടുത്തതാണ്, അതുകൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ മസാലക്കൂട്ടെല്ലാം ഞാൻ ഉണ്ട പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇത് നമുക്കിനി ഒരു മാവിൽ മുക്കി പൊരിച്ചെടുക്കണം. നമുക്കിഷ്ടമുള്ള മാവ് തയ്യാറാക്കാം. ബജി മാവായാലും അല്ലെങ്കിൽ കടല മാവിലും മുക്കി പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഗോതമ്പ് മാവും അരിപ്പൊടി സമ എടുത്തിട്ട് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാനിപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മാവിൽ മുക്കി എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ്. മത്തങ്ങ കൊണ്ടുള്ള നമ്മുടെ സ്നാക്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ച് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് റെസിപ്പിയാണ്. നമ്മളിപ്പോൾ കടലപ്പരിപ്പും ഉരുളക്കിഴങ്ങൊക്കെ ഉള്ളിൽ ചേർത്തിരിക്കുന്നുണ്ട്. കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കാൻ മറക്കരുതേ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.